നമസ്കാരം. എൻ്റെ പേര് ശശാങ്കുളയുടെ മക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ചാനൽ കാണുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമവും കഴിഞ്ഞു, ശബരിമല സംരക്ഷണ സംഘവും കഴിഞ്ഞു. അപ്പോൾ പലതരത്തിലുള്ള ചർച്ചകളും പലതരത്തിലുള്ള കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കാം, നമുക്ക് ഏത് സംഘമാണ് വിജയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ണുകൊണ്ട് കണ്ട ആ ഒരു വിജയമല്ല കേട്ടോ. ഞാൻ അല്ലാത്തുള്ള വിജയം എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പിക്കാം അത് വിജയമായിരുന്നു. കാരണം നമ്മുടെ സ്ഥിരം കുത്തിരിപ്പ് മാമകൾ എന്തായാലും അതിൻ്റെ അവരുടെ ആ ഒരു വയറിരിച്ചിൽ കാരണം എന്തൊക്കെ കുറ്റങ്ങളാണ് കണ്ടുപിടിക്കാൻ പറ്റാത്തത്, അതേപോലെ തന്നെ സ്വന്തം ഏറ്റവും നല്ല സർക്കാർ ചെയ്ത ആ ഒരു സംഗമം പാളിപ്പോയതിൻ്റെ സങ്കടവും എല്ലാം അടക്കി പിടിച്ചുകൊണ്ട് ഈ ഒരു സംഗമത്തെ എങ്ങനെയൊക്കെ അവഹേളിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ അവർ കുത്തിത്തിരിപ്പ് അന്തിച്ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ സംഗമം വളരെയധികം സക്സസ്ഫുൾ ആയി എന്നുള്ളതാണ്. തീവ്രത ഉള്ള സംഗമം, അതേപോലെ തന്നെ അണ്ണാമലയും അതേപോലെ തന്നെ തേജസ്വി സൂര്യയൊക്കെ പ്രസംഗിച്ച പ്രസംഗങ്ങളൊക്കെയാണ് ഇവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്, ഇവിടെ ഇരുന്നിട്ട് വിശകലനം ചെയ്യണം. അപ്പോൾ ഇവർക്ക് പറ്റിയിട്ടില്ല, ഇവർക്ക് ദഹിച്ചിട്ടില്ല. അത് ഒന്നാമത് അവിടുത്തെ ജനപങ്കാളിത്തം ദഹിച്ചിട്ടില്ല, രണ്ടാമത് അവിടെ അത്രയും വലിയൊരു സംഭവം നടന്നത് ദഹിച്ചിട്ടില്ല. പിന്നെ തമിഴ്നാട്ടിൽ ക്ലച്ച് പിടിക്കാത്ത രാഷ്ട്രീയം കൊണ്ടാണ് ഇവിടെയൊക്കെ വരണമെന്ന് ചോദിക്കുന്നത്. ഇവർക്ക് ബുദ്ധിയും ബോധവും ഇല്ലാത്തതുകൊണ്ടാവും. അവിടെ ഇപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നു ഒരു വെട്രിവേൽ വീരവേൽ എന്ന് പറഞ്ഞിട്ട് മുരുകൻ ഭഗവാനെ കുറിച്ചുള്ള സംഗമം നടന്നിട്ടുണ്ടായിരുന്നു. യഥാർത്ഥ ഭക്തരും അതേപോലെ തന്നെ ഡമ്മീഷും നടന്നിട്ടുണ്ട്. ഇതേ മോഡൽ തന്നെയാണ് ഇവിടേക്ക് എടുത്ത് ഉപയോഗിക്കുന്നത്. ഇവർ രണ്ടുപേരും ഇരട്ടപ്പറ്റകളാണല്ലോ. അതായത് ഇവിടെ തമിഴ്നാട്ടിലുള്ള ചങ്ങായിയും ഈ ചങ്ങായിയൊക്കെ ഇരട്ടപ്പറ്റ പോലത്തെയാണ്. ഇവിടുത്തെ നമ്മുടെ ഇരട്ടച്ചങ്കും അവിടുത്തെ അണ്ണനും ഇരട്ടപ്പറ്റ പോലെയാണ്. അവിടെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ എന്തായാലും അതേപോലത്തെ വിരുദ്ധത, അതേപോലെ തന്നെ നിലപാട്, പിന്നെ വോട്ടിന് വേണ്ടിയിട്ടുള്ള ചാക്കിട്ട് പിടുത്തം, ഇതൊക്കെ ഒരേപോലെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മദ്യമാണ് ഏറ്റവും നല്ല വരുമാനം, വേറൊന്നും ഇല്ലേനും. പിന്നെ ഇതേപോലെ പ്രീണനം നടത്തുക, ഇതല്ലാണ്ട് വേറൊന്നും അറിയില്ല. അപ്പോൾ ഇത് ഇരട്ടപ്പറ്റ പോലെയാണ്. അപ്പോൾ ഈ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം ഒന്ന് എടുത്തിട്ട് ഇവിടുത്തെ മാധ്യമ, അതായത് ഈ മറ്റേ പറയില്ലേ, എന്താ പറയുക, അവരുടെ ഒരു മാധ്യമ ശൈലി എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് എങ്ങനെയാണ് ആ ഒരു കുത്തിരിപ്പിലും അതേപോലെ തന്നെ ഏറ്റവും നന്നായിട്ട് ആ വൈറൽസിൽ എങ്ങനെ കാണിക്കുന്നുണ്ടെന്ന് അറിയാണ്ട് ആകെ ബുദ്ധിമുട്ടി പോകുന്നു. പക്ഷേ ഒറ്റ കാര്യം ഉറപ്പിച്ചാൽ മതി, അവരുടെ ആ കുത്തിരിപ്പും ആ വൈറൽസിലും കണ്ടാൽ മനസ്സിലായിക്കൊള്ളണം അതൊരു വൻ വിജയമായൊരു സംഗമമാണ്. അവിടെ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഉണ്ട്. അവിടെ വികസന പരിപാടികൾ, ശബരിമലയെക്കുറിച്ചുള്ള കർമ്മ പരിപാടികൾ, വികസന പരിപാടികൾ എല്ലാം ചർച്ചയായിട്ടുണ്ട്. ഇതൊന്നും ഇവർക്ക് സമ്മതിക്കാൻ പറ്റൂല, ഇവർ സമ്മതിക്കും വേണ്ട. വിശ്വാസ സംരക്ഷണം, ധർമ്മ സംരക്ഷണമാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. രാഷ്ട്രീയം പിന്നെയാണ്. രാജ്യം വലുതാണ്, അതേപോലെ ധർമ്മം വലുതാണ്, വിശ്വാസം വലുതാണ്. അതിനു വേണ്ടിയുള്ള പോരാട്ടമാണ്. അല്ലാണ്ട് ഇത് വെറും രാഷ്ട്രീയ വോട്ട് കച്ചവടത്തിൻ്റെ പോരാട്ടമല്ല. കപട വിശ്വാസികളെയും അതേപോലെ തന്നെ വോട്ടിന് വേണ്ടി ചാകിട്ട് പിടിക്കാൻ വരുന്ന ആളുകളെയും തിരിച്ചറിയാനുള്ള ഒരു സംഭവം കൂടിയായിട്ട് ഇത് മാറിൻ്റെ ആളുകൾ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നടന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.